നമസ്കാരം. പ്രധാന വാർത്തകൾ. കല്ലടിക്കോട് വാഹനാപകടത്തിൽ മരിച്ച പെൺകുട്ടികൾക്ക് അന്ത്യാഞ്ജലി. മരിച്ച 4 പെൺകുട്ടികളുടെയും മൃതദേഹം പൊതുദർശനത്തിന് ശേഷം തുപ്പനാട് ജുമാ മസ്ജിദിൽ ഖബറടക്കി. പൊന്നോമനകളെ അവസാനമായി ഒരു നോക്ക് കാണാൻ ഒഴുകിയെത്തി നാട്. 4 വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ പനയമ്പാടത്ത് സംയുക്ത സുരക്ഷാ പരിശോധന ശനിയാഴ്ച. മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ അധ്യക്ഷതയിൽ അടിയന്തര യോഗം ചേർന്നു. അപകടമുണ്ടാക്കിയ 2 ലോറി ഡ്രൈവർമാരുടെയും പേരിൽ പോലീസ് കേസെടുത്തു. ഈ പാതയിൽ വീണ്ടും 2 അപകടം. ഒറ്റപ്പാലം ത്രാങ്ങാലിയിലെ വീട്ടിൽ നടന്ന കവർച്ച, പരാതിയിൽ ആശയക്കുഴപ്പം. സ്വർണം കൂടി നഷ്ടപ്പെട്ടെന്ന പരാതിയിൽ വീട്ടമ്മ പോലീസിനെ സമീപിച്ചു. 19 പവൻ സ്വർണം കാണാനില്ലെന്നാണ് പരാതി. ചെറുപ്പശ്ശേരി നഗര നവീകരണ പ്രവൃത്തികൾ ഫെബ്രുവരിയോടെ പൂർത്തിയാക്കുമെന്ന് പി മമ്മിക്കുട്ടി എം.എൽ.എ. ആരും നടത്തിയ സമരം കൊണ്ടല്ല പ്രവൃത്തികൾ നടക്കുന്നതെന്നും എം.എൽ.എ. നഗരത്തിലുണ്ടായ മാറ്റം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. CPM ശ്രീകൃഷ്ണപുരം ഏരിയ സമ്മേളനം പൂക്കോട്ടുകാവിൽ തുടരുന്നു. പ്രതിനിധി സമ്മേളനം സി കെ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. CPM വണ്ടൂർ ഏരിയ സെക്രട്ടറിയായി ബി മുഹമ്മദ് റസാഖിനെ വീണ്ടും തെരഞ്ഞെടുത്തു. വിശദമായ വാർത്തകളിലേക്ക്. കല്ലടിക്കോട് വാഹനാപകടത്തിൽ മരിച്ച പെൺകുട്ടികൾക്ക് നാടിന്റെ അന്ത്യാഞ്ജലി. തുപ്പനാട് കരിമ്പനക്കൽ ഹാളിലെ പൊതുദർശനത്തിൽ പെൺകുട്ടികളെ ഒരു നോക്ക് കാണാനായി ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത്. രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖരും അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി. പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് സിമന്റ് ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞ് പെൺകുട്ടികൾ തൽക്ഷണം മരിച്ചത്. അപകടത്തിൽ മരിച്ച ആയിഷ, ഇർഫാന, റിദ ഫാത്തിമ, നിത ഫാത്തിമ എന്നിവരുടെ മൃതദേഹം ജില്ലാ ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം വെള്ളിയാഴ്ച പുലർച്ചെ അവരവരുടെ വീടുകളിലെത്തിച്ചു. മൃതദേഹം വീട്ടിലെത്തിച്ചതോടെ ബന്ധുക്കളുടെ ദുഃഖം അണപൊട്ടിയൊഴുകിയത് കണ്ടു നിൽക്കുന്നവരെ പോലും വേദനയിലാഴ്ത്തി. തുടർന്ന് 8:30 മണിയോടെ ഉറ്റമിത്രങ്ങളായ 4 പേരുടെയും മൃതദേഹം കരിമ്പനക്കൽ ഹാളിലെത്തിച്ചു. വൻ ജനാവലിയാണ് കുട്ടികളെ കാത്തുനിന്നത്. സഹപാഠികളെ അവസാനമായി ഒരു നോക്ക് കാണാനെത്തിയ കൂട്ടുകാരുടെ വിലാപം ആരുടെയും കരളലിയിപ്പിക്കുന്നതായിരുന്നു. മന്ത്രിമാരായ MP രാജേഷ്, കെ കൃഷ്ണൻകുട്ടി, നേതാക്കളായ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, MLA മാരായ കെ ശാന്തകുമാരി, PK കുഞ്ഞാലിക്കുട്ടി, രാഹുൽ മാങ്കൂട്ടം, കലക്ടർ ഡോക്ടർ S ചിത്ര, ബിഷപ്പ് പീറ്റർ കൊച്ചുപുരയ്ക്കൽ തുടങ്ങി സമൂഹത്തിലെ വിവിധ തുറകളിലുള്ളവർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. തുടർന്ന് 10:30 സമീപത്തുള്ള തുപ്പനാട് മസ്ജിദിൽ ജനാസ നിസ്കാരത്തിന് ശേഷം ഖബറടക്കി. പ്രാർത്ഥനയ്ക്ക് ഇമ്പിച്ചിക്കോയ തങ്ങൾ പഴയലക്കിടിയും ജനാസ നിസ്കാരത്തിന് ഇമ്പിച്ചിക്കോയ തങ്ങൾ കൊടക്കാടും നേതൃത്വം നൽകി. വ്യാഴാഴ്ച വൈകിട്ടാണ് കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനികളും ഉറ്റമിത്രങ്ങളുമായ 4 പേരും പരീക്ഷ കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ സിമന്റ് ലോറി നിയന്ത്രണം വിട്ട് മുകളിലേക്ക് മറിഞ്ഞ് തൽക്ഷണം മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന മറ്റൊരു കൂട്ടുകാരി അജ്ന അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മരിച്ച ഇർഫാനയെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിനായി കാത്തുനിൽക്കുകയായിരുന്ന ഉമ്മയുടെ കൺമുന്നിലായിരുന്നു അപകടം. പനയമ്പാടം അപകടം. ബന്ധപ്പെട്ട വകുപ്പ് തല ഉദ്യോഗസ്ഥർ സ്ഥലത്ത് സംയുക്ത പരിശോധന നടത്തും. പ്രദേശവാസികളുടെ അഭിപ്രായം കൂടി കണക്കിലെടുത്ത് ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി അടിയന്തരമായി നടപ്പാക്കും. വാഹനാപകടത്തിന്റെ പശ്ചാത്തലത്തിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടി അധ്യക്ഷതയിൽ പാലക്കാട് ചേർന്ന അടിയന്തര യോഗത്തിലാണ് തീരുമാനം. പനയമ്പാടത്ത് 4 വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ അപകട സ്ഥലത്ത് ബന്ധപ്പെട്ട വകുപ്പ് തല ഉദ്യോഗസ്ഥർ ശനിയാഴ്ച തന്നെ പരിശോധന നടത്തി പ്രദേശവാസികളുടെ അഭിപ്രായം കൂടി കണക്കിലെടുത്ത് ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുമെന്നും സമയബന്ധിതമായി ആക്ഷൻ പ്ലാൻ നടപ്പാക്കുമെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി അറിയിച്ചു. വാഹനാപകടത്തിന്റെ പശ്ചാത്തലത്തിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ അധ്യക്ഷതയിൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന അടിയന്തര യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ജില്ലാ പോലീസ് മേധാവി, RTO, പൊതുമരാമത്ത്, ദേശീയപാത വിഭാഗം ഉദ്യോഗസ്ഥരുടെ സംഘമാണ് സംയുക്ത സുരക്ഷാ പരിശോധന നടത്തി ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുക. ഉദ്യോഗസ്ഥരിൽ തന്നെ ആദ്യം ഒരു ആലോചനാ യോഗം നടന്നു. അത് കഴിച്ചിട്ടാണ് ജനപ്രതിനിധികളുടെ പെട്ടവരുണ്ടായിരുന്നു. അവർ നല്ല നിർദ്ദേശങ്ങളാണ് എല്ലാ ഭാഗത്തുനിന്നും വന്നത്. നല്ല നിർദ്ദേശം, ഒരു അനാവശ്യമായ ഒരു നിർദ്ദേശവും വന്നില്ല. അതൊക്കെ വളരെ ഗൗരവമായി തന്നെ എടുക്കും. അതെടുത്ത ശേഷം ഒരു സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ട ഒരു ടൈം വെച്ചിട്ട് തന്നെ ഒരു വർക്ക് ഷെഡ്യൂൾ തയ്യാറാക്കിയിട്ട് ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തന്നെ 2 ദിവസത്തിനുള്ളിൽ തന്നെ കലക്ടർ അവിടെ ഉദ്യോഗസ്ഥന്മാരുടെ ടീം ആദ്യം പോവും. അതിനുശേഷം കലക്ടറും പോയി വന്ന ശേഷം അവരൊരു തീരുമാനമെടുത്ത് നിങ്ങളെയും കൂടി അറിയിക്കും എന്തൊക്കെയാണ് തീരുമാനമെടുത്തത്. അവിടുത്തെ ഒരുപാട് നല്ല നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. ഇനിയൊരു മരണം ഉണ്ടാകാതിരിക്കണം
അതാണ് മനസ്സിൽ ഉദ്ദേശം. അതേപോലെ അവിടുത്തെ പാവപ്പെട്ട 4 കുട്ടികളുടെ വീടുകളിലെ നഷ്ടപരിഹാരം കൊടുക്കേണ്ടത് ഒക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കുന്നതാണ്. ആക്ഷൻ പ്ലാൻ പരിശോധിച്ച ശേഷം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്ന് സർക്കാർ തലത്തിലുള്ള തീരുമാനങ്ങളും കൂടി കൈക്കൊണ്ട് നടപ്പാക്കും. വെള്ളിയാഴ്ച രാത്രി തന്നെ അപകട സ്ഥലത്ത് വാഹന പരിശോധന ആരംഭിക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് അറിയിച്ചു. അധികൃതരുടെ പരിശോധനയ്ക്ക് ശേഷമുള്ള കണ്ടെത്തലുകൾ പരിഗണിച്ച് പോലീസ് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. അപകടം സംബന്ധിച്ച് ഡിവൈഎസ്പി തലത്തിൽ അന്വേഷണം നടന്നുവരികയാണ്. ഇത്തരം അപകട മേഖലകളിൽ സ്പീഡ് ബ്രേക്കർ സംവിധാനം നടപ്പാക്കുന്നതിന്റെ പ്രായോഗികത പരിശോധിക്കുമെന്നും അദ്ദേഹം യോഗത്തിൽ വ്യക്തമാക്കി. അപകട മേഖലകളിൽ ശാശ്വത പരിഹാരമായുള്ള സംവിധാനം മേൽപ്പറഞ്ഞ സംയുക്ത പരിശോധനയ്ക്ക് ശേഷം നടപ്പാക്കുമെന്നും ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. സ്കൂൾ സമയങ്ങളിൽ പോലീസിന്റെ സാന്നിധ്യത്തിൽ പ്രത്യേക സുരക്ഷ ഏർപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. സ്ഥിരം അപകട മേഖലയായ ഇവിടെ കയറ്റം ഒഴിവാക്കുകയും വളവ് നിവർത്തുകയും ചെയ്താലേ അപകടങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാനാവൂ എന്ന് പ്രദേശവാസികളും ജനപ്രതിനിധികളും യോഗത്തിൽ പറഞ്ഞു. ദരിദ്ര കുടുംബത്തിൽപ്പെട്ടവരാണ് അപകടത്തിൽ മരണപ്പെട്ടതെന്നും ഇവരുടെ കുടുംബങ്ങൾക്ക് അടിയന്തരമായി സർക്കാർ ധനസഹായം അനുവദിക്കണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു. കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂൾ ബസ് സ്റ്റോപ്പിന് സമീപം രാവിലെ 9 മണി മുതൽ 10 മണി വരെയും വൈകിട്ട് 4 മുതൽ 5 വരെയും പോലീസിനെ നിയോഗിക്കണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു. കെ ശാന്തകുമാരി MLA, ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര, പാലക്കാട് ജില്ലാ പോലീസ് മേധാവി ഇൻചാർജ് ആർ വിശ്വനാഥ്, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് പി സുരേഷ്, കരിമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PS രാമചന്ദ്രൻ മാസ്റ്റർ, വാർഡ് മെമ്പർ PK അബ്ദുള്ളക്കുട്ടി, പ്രദേശവാസികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. അതിനിടെ 4 കുട്ടികളുടെ ജീവനെടുത്ത അപകടത്തിൽ 2 ലോറികളുടെയും ഡ്രൈവർമാർക്കെതിരെ കല്ലടിക്കോട് പോലീസ് കേസെടുത്തു. കുട്ടികളുടെ ശരീരത്തിൽ പതിച്ച സിമന്റ് ലോറിയിൽ വന്നിടിച്ച ലോറിയുടെ ഡ്രൈവർ വഴിക്കടവ് സ്വദേശി പ്രജീഷിനെതിരെ നരഹത്യാ കുറ്റം ചുമത്തിയാണ് FIR. തന്റെ ഭാഗത്ത് പിഴവുണ്ടായതായി പോലീസിനോട് പ്രജീഷ് സമ്മതിച്ചതായും വിവരമുണ്ട്. സിമന്റ് ലോറി ഡ്രൈവർ മഹീന്ദ്ര പ്രസാദിനെതിരെയും കേസുണ്ട്. കല്ലടിക്കോട് പനയമ്പാടത്തെ വാഹനാപകടത്തിൽ മറിഞ്ഞ് സിമന്റ് ലോറിയിലിടിച്ച മഹാരാഷ്ട്ര ലോറിയുടെ പിഴവ് സംബന്ധിച്ച് അറസ്റ്റിലായ ഡ്രൈവർ പ്രജീഷ് ജോൺ ലോറി അമിത വേഗതയിൽ ഓവർടേക്ക് ചെയ്ത് എത്തുകയായിരുന്നു. ഈ ലോറി ഇടിച്ച് നിയന്ത്രണം നഷ്ടപ്പെട്ടാണ് സിമന്റ് ലോറി മറിഞ്ഞതെന്ന് ഡ്രൈവർ സമ്മതിച്ചു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് വിശദമായി പരിശോധന നടത്തിയിരുന്നു. നരഹത്യ കുറ്റം ചുമത്തിയ പ്രജീഷ് ജോണിനെ കോടതിയിൽ ഹാജരാക്കി. പനയമ്പാടത്തെ അപകടത്തിൽ പാലക്കാട് കളക്ടറേറ്റിൽ യോഗം ചേർന്നു. മന്ത്രി K കൃഷ്ണൻകുട്ടി, K ശാന്തകുമാരി MLA, ജില്ലാ കളക്ടർ S ചിത്ര എന്നിവരാണ് യോഗത്തിൽ പങ്കെടുത്തത്. അതേസമയം തുടർച്ചയായി അപകടങ്ങൾ നടക്കുന്ന പനയമ്പാടത്തെ റോഡിന്റെ അപാകത പരിശോധിക്കുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ അറിയിച്ചു. പൊതുമരാമത്ത് വകുപ്പുമായി ചേർന്ന് റോഡിന് മാറ്റം വരുത്താനുള്ള നടപടിയെടുക്കും. ബ്ലൈൻഡ് സ്പോട്ടുകൾ കണ്ടെത്തി ലിസ്റ്റ് തയ്യാറാക്കുമെന്നും മന്ത്രി അറിയിച്ചു. ലോറി മറിഞ്ഞ് 4 വിദ്യാർത്ഥിനികൾ മരിച്ച പാലക്കാട് മണ്ണാർക്കാട് ദേശീയപാതയിൽ വീണ്ടും 2 അപകടം. വ്യാഴാഴ്ച അപകടം നടന്ന പനയമ്പാടത്ത് നിന്ന് 6 കിലോമീറ്റർ മാറി ചൂരിയോടാണ് വീണ്ടും അപകടം ഉണ്ടായത്. ആർക്കും പരിക്കില്ല. ചൂരിയോട് പള്ളിക്ക് മുൻപിൽ ബസ്സിന് പിന്നിൽ പിക്കപ്പ് വാനിടിച്ചാണ് ഒരു അപകടം. ഈ ഭാഗത്തു നിന്ന് അല്പം മാറി മറ്റൊരു ലോറിയും ടിപ്പറും ഇടിച്ച് മറ്റൊരു അപകടവും ഉണ്ടായി. വെള്ളിയാഴ്ച രാവിലെ 11:30യോടെയാണ് 2 സംഭവങ്ങളും. ഈ സമയത്ത് ചെറിയ ചാറ്റൽ മഴയുണ്ടായിരുന്നു. മഴയിൽ വാഹനം നിയന്ത്രണം വിട്ടതാണെന്ന് ഡ്രൈവർമാർ പറഞ്ഞു. ഒറ്റപ്പാലം ത്രാങ്ങാലിയിലെ കവർച്ചയിൽ 1 ലക്ഷം രൂപയ്ക്കും വിലയേറിയ വാച്ചിനും പുറമെ സ്വർണം കൂടി നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന പരാതിയുമായി വീട്ടമ്മ പോലീസിനെ സമീപിച്ചു. ത്രാങ്ങാലി മൂച്ചിക്കൽ ബാലകൃഷ്ണന്റെ വീട്ടിലെ കവർച്ചാ കേസിലാണ് അടിമുടി ആശയക്കുഴപ്പം. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 63 പവൻ സ്വർണവും പണവും വിലപിടിപ്പുള്ള വാച്ചും പോയെന്നായിരുന്നു ആദ്യ പരാതി. ബാലകൃഷ്ണന്റെ ഭാര്യ ചെന്നൈയിൽ മകന്റെ വീട്ടിലായിരുന്ന നവംബർ 29 രാത്രിയായിരുന്നു കവർച്ച. പോലീസ് വീട്ടമ്മയുമായി ഫോണിൽ സംസാരിച്ച ശേഷം അലമാരയിലെ രഹസ്യ അറ തുറന്നപ്പോൾ സ്വർണം സുരക്ഷിതമെന്നായിരുന്നു കണ്ടെത്തൽ. പിന്നെ 1 ലക്ഷം രൂപയും വാച്ചും കവർന്നെന്ന പരാതിയിൽ അന്വേഷണം മുന്നോട്ടു പോകുന്നതിനിടെയാണ് വീട്ടമ്മ ചെന്നൈയിൽ നിന്ന് തിരിച്ചെത്തിയത്. ചെന്നൈയിലായിരുന്ന ഇവർ തിരിച്ചെത്തി നടത്തിയ വിശദമായ പരിശോധനയ്ക്ക് ശേഷമാണ് 19 പവൻ സ്വർണം കാണാനില്ലെന്ന പരാതിയുമായി വീണ്ടും പോലീസിനെ സമീപിച്ചത്. കവർച്ച പുറത്തറിഞ്ഞ ആദ്യ മണിക്കൂറുകളിൽ 63 പവൻ സ്വർണവും പണവും വാച്ചും കവർന്നെന്നും പിന്നീട് സ്വർണം അലമാരയിൽ സുരക്ഷിതമായി കണ്ടെത്തിയെന്നുമുള്ള ട്വിസ്റ്റിന് പിന്നാലെയാണ് പുതിയ പരാതി. മകളുടെയും തൻ്റെയും ഉൾപ്പെടെ 63 പവൻ ഒന്നിച്ചല്ല സൂക്ഷിച്ചിരുന്നതെന്നും അലമാരയിൽ മറ്റൊരു അറയിലായിരുന്നു തൻ്റെ 19 പവനെന്നും ഇത് കാണാനില്ലെന്നുമാണ് ഇപ്പോഴത്തെ പരാതി. ഒപ്പം ദമ്പതികളുടെ പാസ്പോർട്ടുകളും മറ്റൊരു വാച്ചും കൂടി കാണാനില്ലെന്നും പരാതിയുണ്ട്.
കഴിഞ്ഞ മാസം 28-ന് ബാലകൃഷ്ണൻ വീട് പൂട്ടി ഉറങ്ങാനായി കൂനത്തറയിലെ മകളുടെ വീട്ടിലേക്ക് പോയ രാത്രിയായിരുന്നു കവർച്ച. പിറ്റേന്നു രാവിലെ വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് വീട് കുത്തി തുറന്നുള്ള കവർച്ച ശ്രദ്ധയിൽപ്പെട്ടത്. ചെറുപ്പളശ്ശേരി നഗര നവീകരണ പ്രവൃത്തികൾ വരുന്ന ഫെബ്രുവരിയോടെ പൂർത്തിയാക്കുമെന്ന് പി മമ്മിക്കുട്ടി എം.എൽ.എ. ടൗണിൽ നടക്കുന്ന ടാറിംഗ് പ്രവൃത്തികൾ സന്ദർശിക്കാൻ എത്തിയതായിരുന്നു എം.എൽ.എ. ആരും സമരം നടത്തിയതുകൊണ്ടല്ല പ്രവൃത്തികൾ നടക്കുന്നതെന്നും എം.എൽ.എ. പറഞ്ഞു. ചെറുപ്പളശ്ശേരി നഗര നവീകരണ പ്രവൃത്തികളുടെ ഭാഗമായി ടൗണിൽ ആദ്യഘട്ട ടാറിംഗ് നടന്നുവരികയാണ്. പ്രവൃത്തികൾ വിലയിരുത്തുന്നതിനായാണ് എം.എൽ.എ. എത്തിയത്. 2025 ഫെബ്രുവരി വരെയാണ് കരാർ കാലാവധിയെന്നും അതിനുള്ളിൽ തന്നെ പ്രവൃത്തി പൂർത്തിയാക്കുമെന്നും എം.എൽ.എ. പറഞ്ഞു. ഇത്തരം വലിയ വികസന പദ്ധതികൾ വരുമ്പോൾ ചെറിയ പ്രയാസങ്ങൾ സ്വാഭാവികമാണ്. എങ്കിലും നല്ല രീതിയിൽ ജനങ്ങളും വ്യാപാരികളും സഹകരിച്ചിട്ടുണ്ട്. നഗരത്തിലുണ്ടായ മാറ്റം ഇപ്പോൾ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ആരും സമരം നടത്തിയതുകൊണ്ടല്ല പ്രവൃത്തികൾ നടക്കുന്നതെന്നും എം.എൽ.എ. പറഞ്ഞു. സമരങ്ങൾ കുറെ ഉണ്ടായല്ലോ. അപ്പോൾ സമരത്തിൻ്റെ ഭാഗമായിട്ടല്ല ഇത്. അപ്പം അതുകൊണ്ട് ജനങ്ങളോട് പറഞ്ഞൊരു ബാധ്യതയും ഉത്തരവാദിത്വവും നിർവഹിക്കണ്ടേ. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൊതുവായിട്ടുള്ളൊരു നയത്തിൻ്റെ ഭാഗമാണ്. ചെറുപ്പശ്ശേരി ടൗണും പണ്ടും ഇവിടെ ഉണ്ടായിരുന്നില്ല, കുറേ കാലമായില്ലേ. ഇവരൊക്കെ തന്നെ കേന്ദ്രത്തിലും സംസ്ഥാനത്തും ഒക്കെ ഒരുമിച്ച് ഭരിക്കുന്ന ആളുകളായിരുന്നു. പിന്നീട് മുനിസിപ്പൽ ഭരണത്തിനും വന്ന ആളുകളായിരുന്നു. അപ്പോൾ അതിനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ ഒരു രാഷ്ട്രീയമാണെന്നാണ് പറയുന്നത്. നമുക്ക് രാഷ്ട്രീയമല്ല. ഈ കാര്യങ്ങൾ എത്രയും വേഗം ഭംഗിയായി നിർവഹിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഞങ്ങൾ നടത്തിയത്. മുനിസിപ്പാലിറ്റിയും അതുപോലെ തന്നെ ഇവിടുത്തെ പാർട്ടിയും ഒരുമിച്ച് നിന്നിട്ട് അത് നടത്തിയത്. നല്ല സഹകരണം ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. കച്ചവടക്കാരുടെ ഭാഗത്തുനിന്നും എല്ലാവരുടെ ഭാഗത്തും നല്ല സഹകരണം ഉണ്ടായിട്ടാണ്. ഒരു തരത്തിലുള്ള ഒരു വിഷമവും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. അത് ഈ സമയത്തിനനുസരിച്ച് ഈ കാര്യങ്ങൾ നിർവഹിക്കുന്നതിനൊരു സഹായകരമായ ഒരു സ്ഥിതിയാണ്. ആളുകൾക്ക് ബോധ്യമായി ഈ കാര്യം പെട്ടെന്ന് നടക്കും. അപ്പോൾ നടക്കുന്നതിന് വേണ്ടി തങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹകരണം കൊടുക്കണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അവരും നന്നായി സഹകരിച്ചിട്ടുണ്ട്. ഇനിയും ചെറിയ ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ ഞങ്ങൾ ഒരു മാസത്തിനുള്ളിൽ പരിഹരിക്കപ്പെടും. ഫെബ്രുവരി വരെയാണ് ഇവരുടെ കാലാവധി. അടുത്ത 2025 ഫെബ്രുവരി വരെയാണ് ഇവരുടെ കോൺട്രാക്റ്റിൻ്റെ കാലാവധി. അതിന് മുമ്പ് തന്നെ അവർ ഈ വർക്ക് പൂർത്തിയാക്കും. മൊത്തം 33 കോടി ചില്ലാനം രൂപയുടെയാണ് ഇതിൻ്റെ മൊത്തം അടങ്കൽ. അതിൽ എലക്ട്രിസിറ്റിയുടെ ലൈന് മാറ്റൽ, അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ, അതുപോലെ തന്നെ മരം മുറിക്കൽ തുടങ്ങിയുള്ള കുറച്ച് വർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പൈസയും കൂടി ഇതിൻ്റെ ഭാഗമാണെന്ന് അർത്ഥം. അപ്പോൾ അതെല്ലാം തന്നെ ഇപ്പോൾ കൃത്യമായ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ സന്തോഷം തോന്നുന്നുണ്ടല്ലോ അല്ലേ? റോഡ് വർക്ക് ഇപ്പോൾ നടക്കുമ്പോൾ റോഡ് വർക്ക് ആരംഭിച്ചാൽ ആളുകൾക്ക് സംതൃപ്തിയാണ്. അത് നടക്കുമെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമം ഉണ്ടാകും, സ്വാഭാവികമാണ്. പക്ഷേ ഒന്ന് പഴയതിൽ നിന്ന് പുതിയതിലേക്ക് വരുമ്പോൾ ഒരു മാറ്റമാണല്ലോ. അപ്പോൾ അതിൻ്റെതായ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഏത് നിർമ്മാണ പ്രവർത്തനത്തിനും ഉണ്ടാവും. ആ ബുദ്ധിമുട്ടും പ്രയാസം ഇവിടെ ഉണ്ടായിട്ടുണ്ട് കുറച്ച്. ആ സമയത്തൊക്കെ നമ്മൾ പറഞ്ഞത് എന്തായാലും 2-3 മാസം കൊണ്ട് പൂർത്തിയാവും, ക്ഷമിക്കാമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഏതായാലും ആ കാര്യങ്ങൾ ജനങ്ങൾക്ക് അനുഭവവേദ്യമായ രീതിയിൽ അതിൻ്റെ പ്രവൃത്തി നടക്കുന്നുണ്ട്. സമയത്തിനനുസരിച്ച് പൂർത്തിയാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പട്ടാമ്പി മണ്ഡലത്തിലെ കൊപ്പത്തും കുലുക്കല്ലൂരിലും റോഡ് സുരക്ഷാ പദ്ധതികൾ നടപ്പിലാക്കും. 70 ലക്ഷം രൂപയുടെ പ്രവൃത്തികൾക്ക് അനുമതിയായതായി മുഹമ്മദ് മോസിൻ എം.എൽ.എ. അറിയിച്ചു. പട്ടാമ്പി മണ്ഡലത്തിൽ നടപ്പാക്കുന്ന റോഡ് സുരക്ഷാ പദ്ധതികളിൽ കൊപ്പത്തും കുലുക്കല്ലൂരിലുമായി 70 ലക്ഷം രൂപയുടെ പ്രവൃത്തികൾ നടപ്പാക്കാൻ അനുമതി. കൊപ്പം വളാഞ്ചേരി പാതയിലെ ഒന്നാംതിപ്പടിയിലും കൊപ്പം പേങ്ങാട്ടിരി പാതയിലെ കുലുക്കല്ലൂർ വണ്ടുംതറയിലെ ആനപ്പാറയിലുമാണ് പ്രവൃത്തികൾ നടത്തുന്നത്. റോഡിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കൽ, അഴുക്കുചാൽ നിർമ്മാണം ഉൾപ്പെടെയുള്ള പ്രവൃത്തികളാണ് നടപ്പാക്കുക എന്ന് മുഹമ്മദ് മോസിൻ എം.എൽ.എ. അറിയിച്ചു. നമ്മുടെ കൊപ്പം വളാഞ്ചേരി റോഡിൽ വിവിധ ഭാഗങ്ങളിൽ സുരക്ഷിതത്വം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങൾ നിരവധി തവണ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്ക് നമ്മൾ പപ്പടപ്പടിക്ക് സൈഡ് കെട്ടി അത്യാവശ്യമായ ഡ്രെയിനേജ് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു. അന്ന് തന്നെ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ട മറ്റൊന്നാണ് ഒന്നാംതിപ്പടിക്ക് സൈഡ് കെട്ടാത്തതുകൊണ്ട് വീതിയില്ല, നടക്കാൻ പോലും വീതിയില്ല. മാത്രമല്ല രാത്രികാലങ്ങളിൽ വാഹനങ്ങൾ പോകുന്ന സമയത്ത് പാടത്തേക്ക് വീഴുന്നതടക്കമുള്ള അപകടങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളത്. അപ്പോൾ അത് എസ്റ്റിമേറ്റ് എടുത്ത് നേരത്തെ കൊടുത്തിരുന്നു. 45 ലക്ഷം രൂപ ഇപ്പോൾ അതിന്റെ നിർമ്മാണത്തിന് വേണ്ടി സർക്കാർ അനുവദിച്ചു. സൈഡ് കെട്ടി കുറച്ച് വീതിയൊക്കെ കിട്ടി കുറച്ചും കൂടെ നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. കൊപ്പം വളാഞ്ചേരി പാതയിലെ ഒന്നാംതിപ്പടിയിൽ റോഡിന് വീതി കുറവായതിനാൽ പാർശ്വഭിത്തികൾ നിർമ്മിക്കണമെന്നുള്ളത് ഏറെക്കാലത്തെ ആവശ്യമാണ്. പലപ്പോഴും ഇവിടെ വാഹനാപകടങ്ങൾ സംഭവിക്കുകയും വാഹനങ്ങൾ പാടത്തേക്ക് മറിയുന്ന സാഹചര്യവും ഉണ്ടാകാറുണ്ട്. ഇതിന് പരിഹാരം കാണാനുള്ള സുരക്ഷാ സംവിധാനങ്ങളാണ് ഇവിടെ നടപ്പാക്കുക. 45 ലക്ഷം രൂപയുടെ പ്രവൃത്തികളാണ് ഇവിടെ അനുവദിച്ചിട്ടുള്ളത്. ഈ പാതയിലെ പുലാശ്ശേരി ഭാഗത്ത് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിനുള്ള നടപടികളും സ്വീകരിക്കുന്നുണ്ട്. ഒരു കാര്യം, വണ്ടുംതറ പള്ളി ഭാഗത്തുനിന്ന് വണ്ടുംതറ സെന്ററിന്റെ ആ ഭാഗം വരെയുള്ള വീതി ഇല്ലാത്തത് കൊണ്ട് തന്നെ നിരവധിയായിട്ടുള്ള അപകടങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അത് എസ്റ്റിമേറ്റ് എടുത്ത് സർക്കാരിന് സമർപ്പിച്ചു. ഇതിലൊരു തടസ്സമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ സ്ഥലം പൊതുജനങ്ങളുടെ സ്ഥലം ലഭ്യമാക്കണം എന്നുള്ളതാണ്. അപ്പൊ സ്ഥലം ഇല്ലാത്തതിന്റെ പേരിൽ അതിന്റെ ഒരു ചെറിയൊരു തടസ്സമുണ്ട്.
അപ്പോൾ ആ തടസ്സം നീക്കാൻ വേണ്ടി ഇപ്പോൾ ആളുകളുമായിട്ട് സംസാരിക്കാനും പഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ്, ഇവിടുത്തെ മെമ്പർ, അതോടൊപ്പം തന്നെ ബ്ലോക്ക് മെമ്പർ, ഇവരെല്ലാവരും കൂടെ തന്നെ സംസാരിച്ചുകൊണ്ട് സ്ഥലം ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സ്ഥലം ലഭ്യമാകുന്നതോടുകൂടി തന്നെ കുറച്ചുകൂടെ വീതി കൂട്ടിയിട്ട് ഈ ഭാഗം സൈഡ് കെട്ടി സുരക്ഷിതമാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. കൊപ്പം പേങ്ങാട്ടിരി പാതയിലെ വണ്ടുന്തറ ആനപ്പാറയിൽ അഴുക്കുചാൽ ഇല്ലാത്തതുമൂലം റോഡിൽ വെള്ളം കെട്ടി നിൽക്കുന്നതിലും ഇതുമൂലം റോഡ് തകർച്ചയ്ക്കും ഇടവരുത്തുന്നുണ്ട്. ഇതിന് പരിഹാരം കാണാൻ 25 ലക്ഷം രൂപയുടെ പ്രവൃത്തികൾക്കും അനുമതി ലഭിച്ചിട്ടുണ്ട്. പദ്ധതികൾ നടപ്പാക്കുന്ന പ്രദേശങ്ങൾ MLAയുടെയും മറ്റ് ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ സന്ദർശിച്ചു. നിലമ്പൂർ ഷൊർണൂർ ട്രെയിനിൽ നിന്നും യുവതിയുടെ സ്വർണ്ണമാല കവർന്ന സംഭവം പ്രതി പിടിയിൽ. മാട്ടായ സ്വദേശി ഷാഹുൽ ഹമീദ് എന്ന ചെല്ലയെയാണ് ഷൊർണൂരിൽ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ 11-ാം തീയതി നിലമ്പൂർ ഷൊർണൂർ ട്രെയിനിൽ മുൻവശത്തു നിന്നും 4ാമത്തെ കോച്ചിൽ യാത്ര ചെയ്യുകയായിരുന്ന നിലമ്പൂർ സ്വദേശിനി സാനി ധരിച്ചിരുന്ന 1 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാലയാണ് ട്രെയിൻ 11:10 കുലുക്കല്ലൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ കവർന്നത്. മാല പൊട്ടിച്ച് ഒരാൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു. തുടർന്ന് സാനിയുടെ പരാതി പ്രകാരം ഷൊർണൂർ റെയിൽവേ SI അനിൽ മാത്യുവിൻ്റെ നേതൃത്വത്തിൽ SI ബാബു, പോലീസുകാരായ നിഷാദ് അബ്ദുൾ മജീദ്, ധർമ്മേന്ദ്രൻ എന്നിവരുൾപ്പെട്ട അന്വേഷണ സംഘം രൂപീകരിക്കുകയും നിരവധി CCTVകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയും പാലക്കാട് ജില്ലയിലെയും സമീപ ജില്ലകളിലെയും സ്വർണ്ണ വ്യാപാരികൾക്ക് സംഭവത്തെപ്പറ്റി വിവരം നൽകുകയും ചെയ്തുമാണ് പ്രതിയായ വല്ലപ്പുഴ മാട്ടായ സ്വദേശി ഷാഹുൽ ഹമീദ് എന്ന ചെല്ലയെ അറസ്റ്റ് ചെയ്തത്. കളവ് ചെയ്ത മാലയും പോലീസ് കണ്ടെടുത്തു. സംഭവവിവരം അറിഞ്ഞ ഉടനെ ഷൊർണൂർ റെയിൽവേ പോലീസ് SHO അനിൽ മാത്യുവിൻ്റെ നേതൃത്വത്തിൽ SI ബാബു, പോലീസുകാരായ നിഷാദ് അബ്ദുൾ മജീദ് എന്നിവരടങ്ങിയ ഷൊർണൂർ റെയിൽവേ പോലീസും ഷൊർണൂർ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിലെ ഉദ്യോഗസ്ഥരായ ഷിജു, പ്രവീൺ, ബൈജു എന്നിവരും നടത്തിയ അന്വേഷണമാണ് 2 ദിവസങ്ങൾക്കുള്ളിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചത്. പ്രതിയായ ഷാഹുൽ ഹമീദിന് പാലക്കാട്, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ നിരവധി കേസുകളുണ്ട്. ഇടവേള. വാർത്തകൾ തുടരുന്നു. CPIM ശ്രീകൃഷ്ണപുരം ഏരിയ സമ്മേളനം പൂക്കോട്ടുകാവിൽ B ഗംഗാധരൻ നഗറിൽ ആരംഭിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം CK രാജേന്ദ്രൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പോരാട്ടങ്ങൾ നിലയ്ക്കുന്നില്ല, രക്തസാക്ഷി മരിക്കുന്നില്ല, മാനവമോചന പോരാട്ടത്തിൽ നമുക്ക് മുമ്പേ നടന്നുപോയവർ. മുതിർന്ന പ്രതിനിധി MC വാസുദേവൻ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനം ആരംഭിച്ചത്. തുടർന്ന് രക്തസാക്ഷി മണ്ഡപത്തിൽ നേതാക്കൾ പുഷ്പാർച്ചന നടത്തി. സ്വാഗത ഗാനാലാപനത്തിനു ശേഷം CPIM സംസ്ഥാന കമ്മിറ്റി അംഗം CK രാജേന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സമ്മേളനങ്ങൾ കഴിഞ്ഞ 3 കൊല്ലക്കാലത്തെ നാം നടത്തിയ രാഷ്ട്രീയവും സംഘടനാപരവുമായ എല്ലാ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പരിശീലിക്കുന്നു. ഓരോ ഘടകത്തിന് നേതൃത്വം കൊടുക്കുന്ന സഖാക്കളെ സംബന്ധിച്ച് കൃത്യമായ പരിശോധന നമ്മളുണ്ട്. നാം നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ വർഗബോധ്യ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് ആ പ്രവർത്തനങ്ങൾ എത്തിയിട്ടുണ്ടോ എന്നുള്ള പരിശോധിക്കും. നാം പ്രവർത്തിക്കുന്ന മേഖലയിലെ പൊതു സാമൂഹ്യ പ്രശ്നങ്ങൾ, സമൂഹം ആഗ്രഹിക്കുന്ന പ്രശ്നങ്ങൾ, അവരനുഭവിക്കുന്ന ദുരിതങ്ങൾ, അത്തരം കാര്യങ്ങൾക്ക് എത്രത്തോളം നമുക്ക് പരിഹാരം കാണാൻ സാധിച്ചു. K പ്രേംകുമാർ MLA അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി P അരവിന്ദാക്ഷൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംഘാടക സമിതി ചെയർമാൻ K ജയദേവൻ സ്വാഗതം ആശംസിച്ചു. K പ്രേംകുമാർ, M മോഹനൻ, K ശ്രീധരൻ, സുനിത ജോസഫ് എന്നിവരടങ്ങിയ പ്രസിഡിയം സമ്മേളനം നിയന്ത്രിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം K സലീഗ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ A പ്രഭാകരൻ MLA, S അജയ്കുമാർ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രതിനിധികളുടെ ഗ്രൂപ്പ് ചർച്ചയ്ക്ക് ശേഷം പൊതുചർച്ച ആരംഭിച്ചു. പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേയിലേക്ക് തൂവൂരിൽ നിന്ന് പ്രവേശനം അനുവദിക്കണമെന്ന് CPM മണ്ടൂർ ഏരിയ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. കരുവാരക്കുണ്ടിൽ പ്രത്യേകം തയ്യാറാക്കിയ സീതാറാം യെച്ചൂരി നഗറിൽ നടന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം PK സൈനബ ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറിയായി വീണ്ടും B മുഹമ്മദ് റസാഖിനെ തെരഞ്ഞെടുത്തു. പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേയിലേക്ക് തുവ്വൂരിൽ നിന്ന് നേരിട്ട് പ്രവേശനം അനുവദിക്കണം എന്നതുൾപ്പെടെയുള്ള വണ്ടൂർ മേഖലയുടെ വികസനങ്ങളാണ് CPM ഏരിയ സമ്മേളനത്തിൻ്റെ പ്രമേയ വിഷയങ്ങളായത്. കരുവാരക്കുണ്ട് കണ്ണത്ത് പ്രത്യേകം സജ്ജമാക്കിയ സീതാറാം യെച്ചൂരിൽ നടന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം PK സൈനബ ഉദ്ഘാടനം ചെയ്തു. ഡോളറിൻ്റെയും അമേരിക്കൻ സമ്പൽഘടനയുടെയും ആധിപത്യം ലോകത്ത് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഭീഷണികൾ അവരുടെ ഭാഗത്തുനിന്ന് വരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്.
അപ്പോൾ നാറ്റോയെ വ്യാപിപ്പിക്കുന്ന അമേരിക്കയുടെ പ്രവർത്തനം ഇപ്പോൾ നമുക്കറിയാം, റഷ്യക്ക് മുമ്പിൽ ഉക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രശ്നം ഉയർന്നു വന്നത് തന്നെ റഷ്യക്കെതിരായിട്ടുള്ള അവരുടെ സുരക്ഷിതത്വ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വിഷയങ്ങളുടെ ഭാഗമായിട്ടാണ് എന്നുള്ളതും, അതിപ്പോൾ നാറ്റോ റഷ്യ എന്നുള്ള രൂപത്തിലേക്ക് ആ യുദ്ധം മാറ്റപ്പെട്ടിരിക്കുന്നു. ഉക്രൈൻ റഷ്യ എന്നുള്ളതിൽ നിന്ന് മാറി നാറ്റോ റഷ്യൻ യുദ്ധം എന്നുള്ള രൂപത്തിലേക്ക് ആ യുദ്ധത്തെ മാറ്റുന്നു എന്നുള്ള കാര്യവും നമുക്കിപ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. ജെ ക്ലീറ്റസ് പതാക ഉയർത്തി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി രമേശൻ, വി ശശികുമാർ, ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് റസാഖ്, എൻ കണ്ണൻ, എ കെ സജാദ് ഹുസൈൻ എന്നിവർ സംസാരിച്ചു. ഇ ലിനീഷ് രക്തസാക്ഷി പ്രമേയവും അഡ്വക്കേറ്റ് അനിൽ നിരവിൽ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ഏരിയ സെക്രട്ടറിയായി വീണ്ടും ബി മുഹമ്മദ് റസാഖിനെ തിരഞ്ഞെടുത്തു. എം ടി അഹമ്മദ്, വി അർജുനൻ, എം മോഹൻദാസ്, ഇ ലിനീഷ്, എ കെ സജാദ് ഹുസൈൻ, ജെ ക്ലീറ്റസ്, എ പി ഫിറോസ് ബാബു, അഡ്വക്കേറ്റ് അനിൽ നിരവിൽ, പി ഷബീർ ബാബു, പി അയ്യപ്പൻ, ടി പി ഉമൈമത്ത്, എൻ അർഷ, എം ജാഫർ, കെ റഹീം, എം സജാദ്, അഡ്വക്കേറ്റ് പി ഷീനാരാജൻ, അസീസ് തുവൂർ, സി ജയപ്രകാശ് എന്നിവരാണ് ഏരിയ കമ്മിറ്റി അംഗങ്ങൾ. അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ സ്ഥിരമായി മാലിന്യ സംസ്കരണത്തിന് സംവിധാനമായി. അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ പുതിയ MCF ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് കെ സയ്യിദ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ ഉയർന്നിരുന്ന മാലിന്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഗ്രാമപഞ്ചായത്താണ് അങ്ങാടിപ്പുറം. 70,000 പഞ്ചായത്തിലെ ജനസംഖ്യ. സ്ഥിരമായി മാലിന്യ സംസ്കരണത്തിന് സംവിധാനമില്ലാത്തത് അങ്ങാടിപ്പുറം പഞ്ചായത്തിൻ്റെ വലിയ പോരായ്മയായിരുന്നു. ഈ പ്രശ്നം പരിഹരിക്കാൻ 3000 അടി വിസ്തീർണത്തിൽ MCF സജ്ജമായി. പുതിയ MCF ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സയ്യിദ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഏറ്റവും വലിയൊരു പഞ്ചായത്തും അതിൽ ജനസാന്ദ്രത കൊണ്ടും വിസ്തൃതി കൊണ്ടും ഏറ്റവും വലുതായ ഈ പഞ്ചായത്തിൽ മാലിന്യത്തിൻ്റെ ഒരു പ്രശ്നം വളരെ പ്രയാസകരമായി നിലനിന്നുകൊണ്ടിരിക്കുകയാണ്. ആകെ ഒരു MCF ആണ്, 20 സെന്റിലുള്ള ഒരു MCF ആണ് നമുക്ക് ആകെ ഉള്ളത്. നമ്മുടെ ഈ 23 വാർഡിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ ഉതകുന്ന ഒരു സ്ഥലം പോരാ. അവിടെ മാലിന്യം കുമിഞ്ഞുകൂടി കിടക്കുന്നത് ഒന്നാമത്തെ കാരണം. വൈസ് പ്രസിഡന്റ് ഷബീർ കറുമുക്കിൽ അധ്യക്ഷത വഹിച്ചു. ഭരണസമിതി സയ്യിദ ടീച്ചറുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി വന്നതിനു ശേഷം നമ്മള് അതുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ ശ്രമിച്ചു. ജനപ്രതിനിധികൾ എന്ന നിലയിൽ നമുക്ക് വലിയ പരാജയമായിരുന്ന വിഷയത്തിൽ തുറന്നു പറയുകയാണെങ്കിൽ ഹരിതകർമ്മസേന അംഗങ്ങളുടെ കുറച്ചുപേരുടെ പ്രയത്നത്തിന്റെ ഒരു ഫലമായിട്ടാണ് ഇന്ന് കാണുന്ന രീതിയിലെങ്കിലും നമുക്ക് പിടിച്ചു നിൽക്കാനായത്. ഇവിടെ നമ്മുടെ മുൻ സെക്രട്ടറി അജയ് കുമാർ അവരുടെ പ്രതിപാദിക്കാൻ കഴിയില്ല. കാരണം നമ്മളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് വലിയ പ്രതിസന്ധി ഉണ്ടായപ്പോൾ ഒരു സെക്രട്ടറി ആയ ആൾ വളരെ കഠിനാധ്വാനം ചെയ്തത് കൊണ്ടാണ്, പ്രയത്നിച്ചത് കൊണ്ടാണ്, ഒരു ജനപ്രതിനിധിയെ പോലെ പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇത്തരം രീതിയിൽ നമുക്ക് എത്താൻ കഴിഞ്ഞത്. അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്ന പരാതികൾക്കും വിമർശനങ്ങൾക്കും ഇതോടെ പരിഹാരമാകുമെന്ന് ചടങ്ങിൽ പങ്കെടുത്ത പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ പറഞ്ഞു. പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻമാരായ സുനിൽ ബാബു വാക്കാട്ടിൽ, ഫൗസിയ തവളയങ്ങൽ, ടി സെലീന, സെക്രട്ടറി സുഹാസ് ലാൽ, അംഗങ്ങളായ ദാമോദരൻ കാക്കക്കുന്നുമ്മൽ, അനിൽ പുലിപ്ര, അൻവർ KT, ഷിഹാബ് PP, കോറോഡൻ റംല, ദാമോദരൻ എന്നിവർ പ്രസംഗിച്ചു. ആവശ്യമായി വരികയാണെങ്കിൽ പഞ്ചായത്ത് MCF വിപുലീകരിക്കും. DJS എന്ന കമ്പനിയുടെ സഹകരണത്തോടെയാണ് നിർമ്മിച്ചത്. സംസ്ഥാന പാതയ്ക്ക് സമീപത്തായി തിരൂർക്കാട്ട് ആധുനിക രീതിയിലാണ് MCF സജ്ജീകരിച്ചിട്ടുള്ളത്. MCFന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതോടെ പൊതുജനങ്ങൾ, വ്യാപാരികൾ എന്നിവർക്കെല്ലാം മാലിന്യ സംസ്കരണം ഏറെ സഹായകരമാകും. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. അന്താരാഷ്ട്ര ദുരന്ത ലഘൂകരണ ദിനാചരണം മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്നു. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ രക്ഷാപ്രവർത്തകർ നേരിടുന്ന വെല്ലുവിളികൾ ചർച്ച ചെയ്തു. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടി ജില്ലാ കളക്ടർ VR വിനോദ് ഉദ്ഘാടനം ചെയ്തു. ആഗോളതലത്തിൽ ദുരന്ത സാധ്യത ലഘൂകരണ സംസ്കാരം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ഐക്യരാഷ്ട്രസഭയുടെ ആഹ്വാനപ്രകാരം ആരംഭിച്ചതാണ് അന്താരാഷ്ട്ര ദുരന്ത ലഘൂകരണ ദിനാചരണം. ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങളിൽ ലോകം കൈവരിച്ച നേട്ടങ്ങളെ ഓർത്തെടുക്കാനുള്ള ദിനമാണിത്. സുസ്ഥിരമായ ഭാവിക്കായി യുവതലമുറയെ ശാക്തീകരിക്കുക എന്ന ആശയമാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര ദുരന്ത ലഘൂകരണ ദിനം മുന്നോട്ട് വെച്ചത്.
ഈ ആശയത്തെ മുൻനിർത്തി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും മലപ്പുറം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും ജില്ലാ ഫയർഫോഴ്സ് വകുപ്പും സംയുക്തമായി ജില്ലയിലെ ആപ്തമിത്ര അംഗങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത 10 പേർക്ക് ബേഡ്ജ് ഓഫ് ഓണർ നൽകി അനുമോദിച്ചു. ഇവരെ ജില്ലാ കളക്ടർ VR വിനോദാണ് ആദരിച്ചത്. നമ്മൾ നിർബന്ധപൂർവ്വം മാറ്റേണ്ടത്. ഇതോടൊപ്പം NDRF പോലെയുള്ള സംവിധാനങ്ങൾ വരുമ്പോൾ അവർക്ക് എവിടെ എന്ത് ചെയ്യാമെന്നുള്ളത് പ്രാദേശികമായിട്ടൊരെണ്ണം കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ വെള്ളം വന്നോ ഒരു സ്ഥലമൊക്കെ അങ്ങ് വെള്ളത്തിൽ മുങ്ങിപ്പോകുമ്പോൾ എവിടെയാണ് വലിയ കെട്ടിടങ്ങൾ, വെള്ളത്തിനടി കെട്ടിടങ്ങളുണ്ടാവാം, മതിൽക്കെട്ടുകളുണ്ടാവാം, ചില സ്ഥലത്ത് ബോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, എന്താണ് അവിടുത്തെ ചുറ്റുപാട്, അത് പ്രാദേശികമായിട്ടുള്ള ഒരാൾക്ക് മാത്രമേ അത് പറഞ്ഞു കൊടുക്കാൻ പറ്റൂ. അപ്പോൾ നമുക്ക് ഈ ദുരന്തം പ്രതിരോധിക്കുന്നതിന് വളരെ വലിയ സംവിധാനങ്ങളെല്ലാം ഉണ്ടെങ്കിൽ പോലും പ്രാദേശികമായിട്ടുള്ള ഹെൽപ്പും സഹായവും ഒഴിച്ചുകൂടാൻ പറ്റാത്തത്. അതുകൊണ്ടാണ് ഈ വോളണ്ടറി വർക്ക് വളരെ പ്രധാനപ്പെട്ടതാകുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി ആപ്തമിത്രയിൽ ചേർന്ന് നിങ്ങളെല്ലാവരും മാതൃകാപരമായ പ്രവർത്തനമാണ് കാണിച്ചത്. രാജ്യം വിവിധ ദുരന്തങ്ങൾ നേരിടുന്ന സാഹചര്യത്തിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ഒരു പുതിയ മാനം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ആപ്തമിത്ര എന്ന പദ്ധതി കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടുകൂടി നടപ്പിലാക്കിയത്. എല്ലാ ജില്ലകളിൽ നിന്നും സന്നദ്ധ പ്രവർത്തകരെ കണ്ടെത്തി വിദഗ്ധ പരിശീലനം നൽകി ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഫലവത്തായി നടപ്പിലാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. മലപ്പുറം ജില്ലയിലെ 500ഓളം വരുന്ന ആപ്തമിത്ര അംഗങ്ങളിൽ 101 പേർ ട്രൈബൽ വളണ്ടിയേഴ്സാണ്. ഏതൊരു ദുരന്തത്തിലും രക്ഷാസേനകൾ സംഭവസ്ഥലത്ത് എത്തുന്നതിന് മുമ്പ് സമീപത്തുള്ള ആളുകളോ പ്രദേശവാസികളോ അവർക്കറിയാവുന്ന രീതിയിൽ രക്ഷാപ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ടാവും. പലപ്പോഴും രക്ഷാപ്രവർത്തനങ്ങളിൽ വിദഗ്ധ പരിശീലനമില്ലാത്തതിനാൽ ചില അവസരങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവർക്ക് കൂടുതൽ അത്യാഹിതങ്ങൾ സംഭവിക്കാൻ സാധ്യതകളുണ്ട്. ഇത്തരം കാര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ആപ്തമിത്ര എന്ന സന്നദ്ധ സേനയ്ക്ക് രൂപം നൽകിയിട്ടുള്ളത്. രക്ഷാപ്രവർത്തനങ്ങളിൽ ശാസ്ത്രീയ പരിശീലനം ലഭിച്ചവർക്ക് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ സേനകളെ സഹായിക്കാനും സാധിക്കും. ചടങ്ങിൽ ADM മുഹമ്മദ് റഫീഖ്, ഡെപ്യൂട്ടി കളക്ടർ LR അൻവർ സാദത്ത്, മലപ്പുറം ഫയർ സ്റ്റേഷൻ ഓഫീസർ അബ്ദുൾ സലീം, പെരിന്തൽമണ്ണ സ്റ്റേഷൻ ഓഫീസർ ബാബുരാജ്, ആപ്തമിത്ര കോർഡിനേറ്റർ മുഹമ്മദ് അലി, ഹസാഡ് അനലിസ്റ്റ് ആദിത്യ TS തുടങ്ങിയവർ സംസാരിച്ചു. ഗ്ലോബൽ കേരള പ്രവാസി അസോസിയേഷൻ പാലക്കാട് ജില്ലാ കൺവെൻഷൻ ഡിസംബർ 17 ചെർപ്പശ്ശേരിയിൽ വെച്ച് നടക്കും. പ്രവാസികളുടെ പുനരധിവാസം ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ കൺവെൻഷനിൽ ചർച്ച ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഡിസംബർ 17 രാവിലെ 9:30 മുതൽ ചെർപ്പശ്ശേരി മഠത്തിപ്പറമ്പ് അലങ്കാർ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഗ്ലോബൽ കേരള പ്രവാസി അസോസിയേഷൻ പാലക്കാട് ജില്ലാ സമ്മേളനം നടക്കുന്നത്. സംസ്ഥാന പ്രസിഡന്റ് പ്രേംസൻ കായംകുളം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. അബേറ്റ് ഐ ഹോസ്പിറ്റൽ MD ഡോക്ടർ ഷംസുദ്ദീൻ വിശിഷ്ടാതിഥിയാകും. സംസ്ഥാന ജനറൽ സെക്രട്ടറി ശങ്കരനാരായണൻ കൂറ്റനാട് മുഖ്യപ്രഭാഷണം നടത്തും. വിവിധ തൊഴിൽ പ്രൊജക്റ്റുകളുടെ അവതരണം, പഴയകാല പ്രവാസികളെ ആദരിക്കൽ, മെമ്പർഷിപ്പ് കാർഡ് വിതരണം തുടങ്ങിയവയും സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു. പാലക്കാട് ജില്ലാ കൺവെൻഷനിൽ സംസ്ഥാന ഭാരവാഹികൾ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ കാർഷിക വികസന കേന്ദ്രത്തിലെ സയൻറ്റിസ്റ്റും ജില്ലാ ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ്യൽ മാനേജർ, തന്നെ ബാങ്ക് മാനേജർമാർ, അതുപോലെ തന്നെ നോർക്ക, ക്ഷേമനിധി എന്നീ ഇതിലെ ഉദ്യോഗസ്ഥന്മാർ പങ്കെടുക്കുന്ന ഈ സമ്മേളനത്തിൽ എല്ലാ പ്രവാസി സുഹൃത്തുക്കളും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചു. നിരവധി പ്രശ്നങ്ങളാണ് പ്രവാസി സമൂഹം ഇന്ന് നേരിടുന്നതെന്നും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായ പ്രവാസികളുടെ പുനരധിവാസവും ക്ഷേമവും സർക്കാരുകൾ ഉറപ്പുവരുത്തേണ്ടതുണ്ടെന്നും നേതാക്കൾ പറഞ്ഞു. ഇതോട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഗ്രൂപ്പിൽ, നമ്മുടെ ഇതിൽ പ്രവാസി JKP എന്നുള്ള സംഘടനയിൽ അംഗങ്ങളായിട്ടുള്ളവർക്ക് നോർക്കയുടെയും മറ്റ് പ്രവാസി ക്ഷേമ പദ്ധതികളുടെയും ഒരു ചിത്രം വ്യക്തമായി നൽകുകയും ഇനി ആരെങ്കിലും അതിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് നോർക്കയിലും മറ്റ് സംഘടനകളിലുമൊക്കെ അംഗത്വം ഉണ്ടാക്കി കൊടുക്കാനും അതുവഴി അവരുടെ ജീവിതത്തിന് എന്തെങ്കിലും ഒരു കൈത്താങ്ങ് സംഘടനയിലൂടെ നൽകാനുമാണ് നമ്മൾ പ്രതിജ്ഞാബദ്ധരായിക്കൊണ്ടാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട്. പ്രവാസികൾക്ക് ഇപ്പോൾ ക്ഷേമനിധിയിൽ കിട്ടുന്നത് വെറും 3000 രൂപയാണ്. അത് മിനിമം 5000 രൂപ ആക്കി തരുവാൻ JKPA സംസ്ഥാന കമ്മിറ്റി ക്ഷേമനിധി COക്ക് നമുക്ക് മെമ്മോറാണ്ടം കൊടുത്തിട്ടുണ്ട്. അതുപോലെ സീസണിൽ പ്രവാസികളെ ചൂഷണം ചെയ്യുന്ന എയർലൈൻസുകളുടെ കുത്തക ഒഴിവാക്കുന്നതിന് വേണ്ടി എല്ലാ
MP-മാർക്കും അതുപോലെ വ്യോമയാന മന്ത്രിക്കും നിവേദനം കൊടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ പ്രവാസി സുഹൃത്തുക്കളെയും ഒരിക്കൽ കൂടി പാലക്കാട് ജില്ലാ കൺവെൻഷനിലേക്ക് ഹാർദമായി സ്വാഗതം. വാർത്താസമ്മേളനത്തിൽ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് KKM ബഷീർ കാർലമണ്ണ, ജില്ലാ ജനറൽ സെക്രട്ടറി KH ഷൈഫുദ്ദീൻ മങ്കര, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹബീബ് റഹ്മാൻ കൂടല്ലൂർ, സംസ്ഥാന ജനറൽ സെക്രട്ടറി ശങ്കരനാരായണൻ കൂറ്റനാട്, ജില്ലാ ട്രഷറർ രവീന്ദ്രൻ മണ്ണയങ്കോട്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഷാജഹാൻ വലിയപറമ്പ്, ജില്ലാ സെക്രട്ടറി അബ്ദുൾ റൌഫ് മണ്ണാർക്കാട്, ആലത്തൂർ താലൂക്ക് പ്രസിഡന്റ് സൈഫുദ്ദീൻ കുഴൽമന്നം, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം PS സുബ്രഹ്മണ്യൻ പാലക്കാട്, മുഹമ്മദ് സക്കീർ മങ്കര എന്നിവർ പങ്കെടുത്തു. മട്ടുപ്പാവിലെ കൃഷിക്ക് കരിമ്പ സ്വദേശി ജയപ്രീതയ്ക്ക് വീണ്ടും അംഗീകാരം. ലണ്ടൻ ആസ്ഥാനമായുള്ള ടൈം വേൾഡ് റെക്കോർഡ് ആണ് ഇപ്പോൾ ലഭിച്ചത്. പച്ചക്കറികൾക്ക് പുറമെ താമരയും ആമ്പലുമെല്ലാം ജയപ്രീതയുടെ കൃഷിത്തോട്ടത്തിലുണ്ട്. മട്ടുപ്പാവിൽ തുടങ്ങിയ കൃഷിക്കും കേന്ദ്രീകൃത സംരംഭക പ്രവർത്തനങ്ങൾക്കും കരിമ്പ ഇടക്കുറിശി കപ്പടം സ്കൂളിന് സമീപം താമസിക്കുന്ന തോട്ടിങ്ങൽ ജയപ്രീതയ്ക്ക് ലണ്ടൻ ആസ്ഥാനമായുള്ള ടൈം വേൾഡ് റെക്കോർഡ് പുരസ്കാരം. വൃന്ദാവനം എന്ന് പേരിട്ട് നവീകരിച്ച ഈ മട്ടുപ്പാവ് കൃഷിയിൽ ഇല്ലാത്തതൊന്നുമില്ല. ഒരു വീട്ടമ്മ കൃഷിക്ക് നൽകുന്ന പ്രാധാന്യം പരിഗണിച്ച് മുമ്പും നിരവധി അംഗീകാരങ്ങൾ ജയപ്രീതയെ തേടിയെത്തിയിരുന്നു. മധുരമുള്ള കിഴങ്ങ് ടെറസിൽ ഉൽപ്പാദിപ്പിച്ചതും കൂടി പരിഗണിച്ചാണ് ടൈം വേൾഡ് റെക്കോർഡ്. നനയ്ക്കാനും വിളവെടുക്കാനും മറ്റു പരിചരണത്തിനുമൊക്കെ രാവിലെയും വൈകിട്ടും ഏറെ സമയം ജയപ്രീത കൃഷിയിലേക്ക് ഇറങ്ങും. വെറുതെ ഇരിക്കുന്ന പതിവില്ല. കൃഷിയും ടൈലറിങ്ങും കേക്ക് നിർമ്മാണവുമൊക്കെയായി ഞങ്ങൾക്കും കൂടി അഭിമാനം നേടിത്തരുന്നുവെന്ന് ഭർത്താവ് പ്രിനേഷും മക്കളും പറഞ്ഞു. കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് അഭിമാനമുള്ളൂ. അത് മാത്രമല്ല, എല്ലാ വീട്ടും പോലെ സീരിയൽ കണ്ടിരിക്കുക അങ്ങനത്തെ ഒന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. മുഴുവൻ സമയം കൃഷി അല്ലെങ്കിൽ മറ്റുള്ള തയ്യലാണെങ്കിലും കേക്ക് ഉണ്ടാക്കലാണെങ്കിലും ഞങ്ങളുടെയൊക്കെ കാര്യം നോക്കലും അതൊക്കെ തന്നെ ഉള്ളൂ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ. വെറുതെ ഒരു മിനിറ്റ് പോലും കളയില്ല. ഇപ്പം ചെയ്യുന്നത് കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. പലവിധം കേക്കുകൾ, ബിസ്ക്കറ്റ് അങ്ങനെ ഒരുപാട് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ തയ്യൽ എല്ലാ ലേഡീസ് വർക്കും ചെയ്യുന്നുണ്ട്. പിന്നെ ഏത് രാത്രിക്കാണെങ്കിലും എവിടെ പോയി വന്നാലും ആദ്യം മട്ടുപ്പാവ് കയറും. എന്നിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുക, നനയ്ക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ. രാവിലെയും വൈകിട്ടും ഇവിടെ കയറി പരിപാലിക്കും. 2 നേരം. കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ഇവിടെ തന്നെയാണ്, വീടിന് മുകളിലാണ്. പിന്നെ ഞങ്ങളുടെ എല്ലാം കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. കരിമ്പ ഗ്രാമപഞ്ചായത്ത്, കുടുംബശ്രീ ഉൾപ്പെടെ വിവിധ കൂട്ടായ്മകൾ ജയപ്രീതയെ ആദരിച്ചു. കൃഷിസ്ഥലമില്ലാത്ത കുടുംബങ്ങൾക്ക് പച്ചക്കറി ലഭ്യമാക്കാൻ ഏറെ അനുയോജ്യമാണ് മട്ടുപ്പാവ് കൃഷിയെന്നും കുറഞ്ഞ ചെലവിൽ ഏറ്റവും നല്ല പച്ചക്കറികൾ ആവശ്യാനുസരണം ലഭിക്കുന്നു എന്നതാണ് വലിയ ലാഭമെന്നും ജയപ്രീത പറയുന്നു. വിവിധ ഇനം പച്ചക്കറികൾക്ക് പുറമെ താമരയും ആമ്പലും 36 ഇനം പഴവർഗ്ഗങ്ങളും ജയപ്രീതയുടെ തോട്ടത്തിലുണ്ട്. ടെറസിന് മുകളിൽ ശീതകാല പച്ചക്കറി കൃഷിയുടെ പരിചരണത്തിലാണ് ഇപ്പോൾ. വളപ്രയോഗത്തിൽ ഏറെ ശ്രദ്ധ പുലർത്തിയാണ് കൃഷി. മാരക രാസവളങ്ങൾക്ക് പകരം വീട്ടിൽ സ്വന്തമായി നിർമ്മിച്ച ജൈവവളങ്ങളും ജൈവ കീടനാശിനികളുമാണ് ഉപയോഗിക്കുന്നത്. ഭർത്താവ് പ്രിനേഷും കർഷകനാണ്. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. ഏലംകുളം ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെ വീഴ്ച. പഞ്ചായത്ത് തല ബാഡ്മിന്റൺ അത്ലറ്റിക്സ് മത്സര വിജയികൾക്ക് ബ്ലോക്ക് തല കേരളോത്സവത്തിൽ മത്സരിക്കാനുള്ള അവസരം നഷ്ടമായി. മുസ്ലിം യൂത്ത് ലീഗിന്റെ ആഭിമുഖ്യത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഷട്ടിൽ കളിച്ച് പ്രതിഷേധിച്ചു. യൂത്ത് ലീഗ് സിന്ദാബാദ്, യൂത്ത് ലീഗ് സിന്ദാബാദ്. പ്രതിഷേധിക്കുക നാട്ടാരെ, പ്രതിഷേധിക്കുക നാട്ടാരെ, പ്രതിഷേധിക്കുക നാട്ടാരെ, പ്രതിഷേധിക്കുക നാട്ടാരെ, പ്രതികരിക്കുക നാട്ടാരെ, പ്രതികരിക്കുക നാട്ടാരെ, പ്രതികരിക്കുക നാട്ടാരെ, പ്രതികരിക്കുക നാട്ടാരെ. കഴിഞ്ഞ മാസം നടന്ന ഏലംകുളം ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിലെ ബാഡ്മിന്റൺ വിജയികളെ എൻട്രി രേഖപ്പെടുത്തുന്ന കാര്യത്തിലാണ് ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായത്. ഇതോടെ ബാഡ്മിന്റൺ പഞ്ചായത്ത് തല വിജയികൾക്ക് ബ്ലോക്ക് തല കേരളോത്സവത്തിൽ മത്സരിക്കാൻ സാധിച്ചില്ല. ഈ പ്രശ്നത്തിൽ ഏലംകുളം പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഷട്ടിൽ കളിച്ച് പ്രതിഷേധിച്ചു. പ്രസിഡന്റ് അൻസാർ കുന്നക്കാവ്, ട്രഷറർ മാജിദ് തങ്കയത്തിൽ,
ഭാരവാഹികളായ ഷബീർ പാത്രാട്ടിൽ, വാസിൽ ഏലംകുളം, നാസർ മടാല, അഫ്സൽ ആലുംകൂട്ടം, MSF ഭാരവാഹികളായ യാസർ, സഫാൻ MK തുടങ്ങിയവർ പങ്കെടുത്തു. കേരളോത്സവവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് വിജയികളായി തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളെ ബ്ലോക്കിൽ തലത്തിൽ നടത്തപ്പെടുന്ന കേരളോത്സവത്തിൽ പങ്കെടുപ്പിക്കാത്ത ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസം സംജാതമാകുണ്ടായി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് യൂത്ത് ലീഗ് ഇന്ന് ഏലംകുളം ഗ്രാമപഞ്ചായത്തിൻ്റെ മുമ്പിൽ പ്രതിഷേധാത്മകമായി ബാഡ്മിൻ്റൺ കളിച്ചുകൊണ്ട് പ്രതിഷേധിച്ചത്. ഇങ്ങനൊരു പ്രതിഷേധത്തിൻ്റെ സാഹചര്യം ഉണ്ടായത് എന്ന് വെച്ചാൽ ഒരുപാട് കായിക പ്രേമികളുടെ പ്രതിഷേധം പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയെ അറിയിക്കുകയും അവരുടെ ഒരു ശബ്ദമായിക്കൊണ്ട് കേരളത്തിലെ മുഴുവൻ അല്ലെങ്കിൽ ഏലംകുളം പഞ്ചായത്തിലെ മുഴുവൻ കായിക പ്രേമികളുടെ ഒരു ശബ്ദമായിട്ടാണ് ഇന്ന് ഈ പ്രതിഷേധാത്മക സമരം ഞങ്ങളിവിടെ സംഘടിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം ബാഡ്മിൻ്റൺ ടീമിൽ വിജയികളായിട്ടുള്ള ആളുകൾ അവർ ഇന്നലെ ബ്ലോക്ക് തലത്തിൽ നടന്ന കേരളോത്സവവുമായി ബന്ധപ്പെട്ട് അവിടെ ചെന്നപ്പോൾ അവരൊന്നും ലിസ്റ്റിലില്ല എന്നുള്ള ഒരു അറിവാണ് അവർക്ക് ലഭ്യമായത്. അപ്പോൾ എന്താണ് അതുമായി ബന്ധപ്പെട്ടുള്ള ആലോചനകളും അതുമായി ബന്ധപ്പെട്ടുള്ള സെക്രട്ടറി അടക്കമുള്ള അതുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റാഫുകളോടൊക്കെ ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞത് അവരെ ഇവിടുന്ന് പഞ്ചായത്തിൽ നിന്ന് അവരുടെ ലിസ്റ്റ് ബ്ലോക്ക് തലത്തിലേക്ക് എൻ്റർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് തീർത്തും ആ താരങ്ങളോട് പഞ്ചായത്ത് ചെയ്തിട്ടുള്ള വലിയതായിട്ടുള്ള ഒരു അനീതിയാണ് എന്നുള്ളതാണ് പഞ്ചായത്ത് യൂത്ത് ലീഗ് കമ്മിറ്റി അഭിപ്രായപ്പെടുന്നത്. കുലുക്കല്ലൂർ ചുണ്ടമ്പറ്റ പപ്പടപ്പടി ശിഹാബ് തങ്ങൾ ഇസ്ലാമിക് വിമൺ കോളേജിന്റെ 2ാം വാർഷികത്തോടനുബന്ധിച്ച് സ്നേഹ സൗഹാർദ്ദ സംഗമ പരിപാടി സംഘടിപ്പിച്ചു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരുമയുടെ സന്ദേശം വിളിച്ചോതിക്കൊണ്ടാണ് ചുണ്ടമ്പറ്റ പപ്പടപ്പടി ശിഹാബ് തങ്ങൾ ഇസ്ലാമിക് വിമൺ കോളേജിന്റെ 2ാം വാർഷികത്തോടനുബന്ധിച്ച് സ്നേഹ സൗഹാർദ്ദ സംഗമം സംഘടിപ്പിച്ചത്. സാമൂഹ്യ രാഷ്ട്രീയ പൊതുരംഗത്തെ പ്രമുഖർ പങ്കെടുത്ത പരിപാടി പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ അറിയിക്കാനുണ്ടെങ്കിൽ ഫോണിലൂടെയാണ് അറിയിക്കുന്നത്. ഫോൺ ഏറ്റവും നല്ലൊരു സാങ്കേതിക വിദ്യ തന്നെയാണ്. പക്ഷെ അതിൻ്റെ ദുരുപയോഗമാണ് നമ്മളൊക്കെ കേട്ടുവരുന്നത്. അപ്പോൾ കുട്ടികളൊക്കെ ഫോണിൽ കൂടെ തന്നെ കുട്ടികൾക്ക് പഠന കാര്യങ്ങളൊക്കെ എന്നുള്ളത്. പക്ഷെ അതൊക്കെ ആ പഠന സമയത്ത് മാത്രമാണ് ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ നാട്ടുകാരായിട്ടും അതുപോലെ തന്നെ വീട്ടിലൊക്കെ സംസാരിച്ച് കുട്ടികളുടെ മനസ്സിന് നന്മ വരുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തും നമ്മൾ മുതിർന്നവരൊക്കെ കുട്ടികളെ വളർത്തിയെടുക്കണം. സിനിമ, സീരിയൽ താരവും നാട്ടുകാരനുമായ മണികണ്ഠൻ പ്രഭാപുരം മുഖ്യാതിഥിയായി. എന്താണ് മനസ്സിൽ തോന്നുന്നത് അത് പറയാം എന്നാണ് ഞാൻ വിചാരിച്ചത്. സത്യത്തിൽ ഇവിടെ നിൽക്കുമ്പോൾ ഒരുപാട് ഓർമ്മകളാണ് എനിക്ക് തോന്നുന്നത്. അതിലൊരു ഓർമ്മ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. അത് ഇതാണ്. അതായത് നേരത്തെ മാഷ് സൂചിപ്പിച്ച പോലെ ഒരു നാട് സാംസ്കാരികമായി എത്രമാത്രം ഉയർന്ന നിലവാരം പുലർത്തുന്നു അല്ലെങ്കിൽ പുലർത്തിയിരുന്നു എന്നുള്ളതിന് ഏറ്റവും നല്ല ഒരു ഉദാഹരണം അത് ഈ പ്രദേശത്ത് ഉണ്ട്. മുനീർ ഹുദവി പ്രഭാഷണം നടത്തി. പുതിയ തലമുറയുടെ മുമ്പിൽ പകർന്നു നൽകേണ്ട ഒരു കാവ്യ കൈലജമാണ് അത് എന്ന് ഉത്കടമായ വിശ്വാസം എനിക്കുണ്ട്. അല്ലേ? അമ്മ മരിച്ചപ്പോൾ ആശ്വാസമായി എന്നാണ് ആ കുട്ടി പറയുന്നത്. കൽപ്പറ്റ നാരായണ മാഷ് ഏകദേശം ഒരു +2 അല്ലെങ്കിൽ ഡിഗ്രിയിലൊക്കെ പഠിക്കേണ്ട ഒരു കുട്ടിയെ ലാക്കാക്കി അവളുടെ അമ്മ മരിച്ചു പോകുന്നു. അമ്മ മരിച്ചു പോകുമ്പോൾ ശൂന്യതയെ കൂട്ടാക്കിയിട്ട് അവൾ എഴുതിയ ആ കവിതയുടെ പേര് ആശ്വാസം എന്ന. അമ്മ മരിക്കുമ്പോൾ എങ്ങനെ ആശ്വാസം എന്ന് പറയാ എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഇതിവൃത്തം. അമ്മ മരിച്ചപ്പോൾ ആശ്വാസമായി. ഞാൻ ആ കവിത ഇങ്ങനെ കെട്ടിരിക്കുകയായിരുന്നു. അത് ഹൃദയസ്പൃക്കായ എന്തൊക്കെയോ ഒരു ചിന്ത അതിനകത്ത് ഉണ്ടാകുന്നുണ്ട്. OT മുത്തുകോയ തങ്ങൾ അധ്യക്ഷനായി. കുലുക്കല്ലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK ഇസാക്ക്, പഞ്ചായത്ത് അംഗം രജനി, N സുധാകരൻ, അമീറുന്നീസ, TK ജസീല, മുജീബ് വിളയൂർ, C ഹംസ മാസ്റ്റർ, C അബൂബക്കർ, ഹുസൈൻ കണ്ടങ്കാവ്, C അബ്ദുൽ സലാം, കോളേജ് സെക്രട്ടറി VM മുഹമ്മദ് അലി, റാഷിദ് വാഫി എന്നിവർ സംസാരിച്ചു. തേനീച്ച കൃഷി പഞ്ചായത്തിലുടനീളം വ്യാപിപ്പിക്കാൻ ഒരുങ്ങി കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത്. പ്രധാനമന്ത്രി കൃഷി സിഞ്ചോയ് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി അപേക്ഷിക്കുന്ന മുഴുവൻ ആളുകൾക്കും കൂടും തേനീച്ചയും വിതരണം ചെയ്യും. പദ്ധതിയുടെ ഉദ്ഘാടനം പ്രസിഡന്റ് KM ഹനീഫ നിർവഹിച്ചു. വലിയ തേനും ചെറിയ തേനും കൃഷി ചെയ്യാൻ ഗുണഭോക്താക്കൾക്ക് അവസരമുണ്ടാകും. വലിയ തേനീച്ചയ്ക്കും കൂടിനുമായി 250 രൂപയും ചെറിയ തേനീച്ചയ്ക്കും കൂടിനും 450 രൂപയും ഗുണഭോക്തൃവിഹിതം അടയ്ക്കണം. കൂടാതെ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയും
തേനീച്ച കൃഷി നടപ്പിലാക്കുന്നുണ്ട്. പഞ്ചായത്തിനെ തേൻഗ്രാമമാക്കാനാണ് ലക്ഷ്യമിടുന്നത്. നമുക്കതിനെക്കുറിച്ച് യാതൊരു വിവരം ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ PMKSY പദ്ധതി എന്ന് പറയുന്ന പദ്ധതി നമുക്ക് വീട് കിട്ടിയ ഒരു നിധിയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. പാലക്കാട് ജില്ലയിലെ തന്നെ ഒരു ബ്ലോക്ക് തെരഞ്ഞെടുത്തത് ശ്രീശ്വരം ബ്ലോക്കിലാണ്. ഒട്ടേറെ പദ്ധതികൾ ഈ PMKSY പദ്ധതിയിലൂടെ നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കോടികളുടെ പ്രവർത്തനം. വൈസ് പ്രസിഡന്റ് N. സാജിറ അധ്യക്ഷത വഹിച്ചു. വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ OK രാംജിത്ത് പദ്ധതി വിശദീകരിച്ചു. സഫ ഗ്രൂപ്പ് സൗദി അറേബ്യയിൽ വൻ വിപുലീകരണ പദ്ധതികൾ പ്രഖ്യാപിച്ചു. സൗദി വിഷൻ 2030 ഭാഗമായി നടപ്പിലാക്കുന്ന പദ്ധതികളുടെ പ്രഖ്യാപനം വോക്കോ ജിദ്ദ ഗേറ്റ് ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. സൗദി ജമ്മൻ ജ്വല്ലറി മേഖലയിലെ പ്രമുഖ ഗ്രൂപ്പുകളും സംഘടനകളുമായി സഹകരിച്ചുകൊണ്ടാണ് സഫ ഗ്രൂപ്പ് സൗദിയിൽ അതിവിപുലമായ വികസന പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. സൗദി വിഷൻ 2030 ഭാഗമായി നടപ്പിലാക്കുന്ന പദ്ധതികളുടെ പ്രഖ്യാപനം വോക്കോ ജിദ്ദ ഗേറ്റ് ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ നടന്നു. സൗദി ജമ്മാൻ ജ്വല്ലറി മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളുടെ നേതാക്കളും ഉദ്യോഗസ്ഥ പ്രമുഖരും പ്രഖ്യാപന ചടങ്ങിൽ പങ്കെടുത്തു. സഫ ഗ്രൂപ്പ് ലോഗോ പ്രകാശനം അൽ ഹാഷിദി ഗ്രൂപ്പ് ചെയർമാൻ ഷെയ്ഖ് ഫൈദി അൽ ഹാഷിദി നിർവഹിച്ചു. സൗദി ബിസിനസ് പാർട്ണർ ഷെയ്ഖ് അലി സ്വാലിഹ് ബാദർഫി അൽ കിന്ദിയുമായുള്ള കരാർ ഗ്രൂപ്പ് ചെയർമാൻ മുഹമ്മദ് അബ്ദുസലാമിന് കൈമാറി. ഷെയ്ഖ് അലി സ്വാലിഹ് ബാദർഫി, ഷെയ്ഖ് സാലിഹ് ബിൻ മവൂസ് അൽ കിന്ദി, പ്രഷ്യസ് ഗ്രൂപ്പ് മെറ്റൽ അസോസിയേഷൻ ചെയർമാൻ ഡോക്ടർ അബ്ദുൽ ഗനി സായിഖ്, സഫ ഗ്രൂപ്പ് ചെയർമാൻ മുഹമ്മദ് അബ്ദുസലാം, ഇന്റർനാഷണൽ ഓപ്പറേഷൻ ഡയറക്ടർ അബ്ദുൽ കരീം കോൽത്തൊടി എന്നിവർ സംസാരിച്ചു. റീറ്റെയിൽ, ഹോൾസെയിൽ, മാനുഫാക്ചറിംഗ്, ഡിസൈനിംഗ്, റിസർച്ച്, എഡ്യൂക്കേഷൻ എന്നീ തലങ്ങളിൽ വൈവിധ്യമാർന്ന പ്രൊജക്റ്റുകളാണ് സഫ ഗ്രൂപ്പ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ജമ്മാൻ ജ്വല്ലറി മേഖലയിലെ 3.5 പതിറ്റാണ്ടിന്റെ അനുഭവ സമ്പത്തുള്ള സഫ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ സഹകരണം അതിന്റെ ആഗോള വിപുലീകരണ പദ്ധതിക്ക് മുതൽക്കൂട്ടാകുമെന്ന് സഫ ഗ്രൂപ്പ് അധികൃതർ തുടർന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. കല്ലടിക്കോട് വാഹനാപകടത്തിൽ മരിച്ച പെൺകുട്ടികൾക്ക് അന്ത്യാഞ്ജലി. മരിച്ച 4 പെൺകുട്ടികളുടെയും മൃതദേഹം പൊതുദർശനത്തിന് ശേഷം തുപ്പനാട് ജുമാ മസ്ജിദിൽ ഖബറടക്കി. പൊന്നോമനകളെ അവസാനമായി ഒരു നോക്ക് കാണാൻ ഒഴുകിയെത്തി നാട്. 4 വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ പനയമ്പാടത്ത് സംയുക്ത സുരക്ഷാ പരിശോധന ശനിയാഴ്ച. മന്ത്രി K. കൃഷ്ണൻകുട്ടിയുടെ അധ്യക്ഷതയിൽ അടിയന്തര യോഗം ചേർന്നു. അപകടമുണ്ടാക്കിയ 2 ലോറി ഡ്രൈവർമാരുടെയും പേരിൽ പോലീസ് കേസെടുത്തു. ഈ പാതയിൽ വീണ്ടും 2 അപകടം. ഒറ്റപ്പാലം ത്രാങ്ങാലിയിലെ വീട്ടിൽ നടന്ന കവർച്ച, പരാതിയിൽ ആശയക്കുഴപ്പം. സ്വർണം കൂടി നഷ്ടപ്പെട്ടെന്ന പരാതിയിൽ വീട്ടമ്മ പോലീസിനെ സമീപിച്ചു. 19 പവൻ സ്വർണം കാണാനില്ലെന്നാണ് പരാതി. ചെറുപ്പശ്ശേരി നഗര നവീകരണ പ്രവൃത്തികൾ ഫെബ്രുവരിയോടെ പൂർത്തിയാക്കുമെന്ന് P. മമ്മിക്കുട്ടി MLA. ആരും നടത്തിയ സമരം കൊണ്ടല്ല പ്രവൃത്തികൾ നടക്കുന്നതെന്നും MLA. നഗരത്തിലുണ്ടായ മാറ്റം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. CPM ശ്രീകൃഷ്ണപുരം ഏരിയ സമ്മേളനം പൂക്കോട്ടുകാവിൽ തുടരുന്നു. പ്രതിനിധി സമ്മേളനം CK രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. CPM വണ്ടൂർ ഏരിയ സെക്രട്ടറിയായി B. മുഹമ്മദ് റസാഖിനെ വീണ്ടും തെരഞ്ഞെടുത്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.